ഫ്രണ്ട്സ്, ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അമ്മേൻ്റെ വീട്ടിലൊന്ന് നിൽക്കാൻ പോയതാണ്. എൻ്റെ പേര് ബാബു. കുഞ്ഞൂസ് ടിപ്സിൻ്റെ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ആർദ്രമായ സ്വാഗതം. നിങ്ങളെല്ലാവരും സഹകരണം കൊണ്ടും മനസ്സുകൊണ്ടും കുഞ്ഞൂസ് ടിപ്സിന് 1000 സബ്സ്ക്രൈബർ പിന്നിട്ട് കഴിഞ്ഞു. എല്ലാവരോടും ഞാൻ നന്ദി പറയാം. ഇനിയുള്ള മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾ കൂടെ തന്നെ ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് അങ്ങോട്ട് കടക്കാം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ തീർച്ചയായിട്ടും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ സ്കൂൾ പഠിച്ചത് ഈ ഒരു നാട്ടിലാണ്, ഈ ഒരു ഗ്രാമത്തിലാണ്. ആ ഗ്രാമത്തിലെ ചില കാഴ്ചകൾ, അതിൽ സന്തോഷമുണ്ട്, ദുഃഖമുണ്ട്, എല്ലതും ഉൾപ്പെട്ടൊരു മറക്കാനാവാത്ത ചിലതാണ് ഞാൻ പറയണത്. തലേന്ന് വീട്ടിൽ നിന്ന് കയറുമ്പോൾ വീടെടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനത് രാവിലെ ഉള്ള കാഴ്ചയാണത്. ഈ വരുന്നതാണ് നമ്മളെ ചെറിയ അമ്മ, അതായത് ചെറിയ അമ്മ, അമ്മൻ്റെ ഏട്ടത്തി. രാവിലെ ഞാൻ വന്നതിന് ശേഷം എനിക്കങ്ങനെ ദോശ ഉണ്ടാക്കുന്നു, അപ്പോൾ അതിലേക്കുള്ള കറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താണെന്ന് ചോദിച്ചു, ഇതെന്താ ഉണ്ടാക്കണേന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കാമെന്ന്. അപ്പം ചെറുവൻ പറഞ്ഞു ഈ ഉണ്ടാക്കണ്ട, ഇത് ഞാൻ ഉണ്ടാക്കിക്കോളാം, ഈ ഉണ്ടാക്കിയാൽ ശരിയാവില്ല എന്ന്. പറഞ്ഞത് സത്യമാണ്, അടിപൊളിയായിരുന്നു ആ ഒരു തക്കാളിക്കൂട്ട്. ചെറുമാണെങ്കിലും ഞാനങ്ങനെ കുട്ടിക്കാലം മുതലാകണ് വിളിച്ച് ശീലിച്ചെന്ന് പറഞ്ഞ ചേച്ചിന്ന് ഞാൻ വിളിക്കലുള്ളൂ, ചെറുമ ഞാൻ വിളിക്കലില്ല. ഇവിടെ മൊത്തം 4 ചെറിയമ്മമാരുണ്ട്, പിന്നൊരു മാമനും. ഓർമ്മ വെച്ച നാൾ മുതലാകണ് എൻ്റെ ഒരു കുട്ടിക്കാലം. ഈ ഒരു മുറ്റം, ഈ ഒരു വീടുമായിരുന്നു. അംഗൻവാടി മുതലുള്ള പഠനം കാരണമാക്കണ ഒരുപാട് കൂട്ടുകാർ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാക്കണ ഇവിടെ എന്താ പറയുക, അത്രയ്ക്കുള്ള സ്വാതന്ത്ര്യമുണ്ട് ഈ ഒരു വീടിനകത്ത്. നമ്മുടെ ചെറിയമാക്കണ് പണിക്ക് പോകാനുള്ള തിരക്ക് നിൽക്കുകയാണ്. ഞാൻ വീടൊക്കെ എടുക്കുമ്പോൾ ആക്കണ് എടുക്കലെന്നൊക്കെ പറയുന്നുണ്ട്. ഞാനതൊന്നും കാര്യമാക്കണില്ല കേട്ടോ. പൊളിയാണല്ലോ ചേച്ചി, ഇത് പൊളി ചമ്മന്തിയാണല്ലോ. അറിയാം, ഇത് പൊളി ചമ്മന്തിയാണല്ലോ. പൊളി ചമ്മന്തിയാണല്ലോ ഇത്, അടിപൊളി. ഞാൻ പറഞ്ഞാക്കണേ നമ്മളെ ചെറുമ കേൾക്കണില്ല. മാമൻ്റെ മകളെ കുട്ടികളുണ്ടാക്കണേ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുകയാണ്, എന്തൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവസാനമാക്കണേ ചെറുമ വന്നു. കുട്ടിക്കാലം മുതലുള്ള ആ ഒരു കാലഘട്ടത്തിൽ ഒരു അമ്മേൻ്റെ സ്ഥാനം അത് ചെറിയമ്മക്ക് തന്നിട്ടുണ്ട് ഒരുപാട്. അമ്മ എന്താണെന്നുള്ളത് അറിഞ്ഞത് ഞാൻ ഇവിടെ നിന്നാണ്. പിന്നെ അത്രയും നോക്കിയിട്ടുണ്ട്. ഈ ഒരു വീട് മാത്രമായിരുന്നു എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മ. കളിച്ചും ചിരിച്ചും എന്തിനു പറയണേ അടിപിടി വരെ കൂടിയ ആ ഒരു കാലം നമ്മളെങ്ങനെ മറക്കാം. പക്ഷെ അതൊക്കെ അങ്ങനെ ഇപ്പം ഒരു ഓർമ്മയായെന്ന് പറയാം, കഷ്ടകാലം എന്ന് പറയാം. ചെറുമ പോയപ്പം സിറ്ററിന് ചാരുള്ള ബെഡ്റൂം പൂട്ടാണ്ട് പോയി. എന്നോട് ചോദിച്ചിരുന്നു അതിലെന്തെങ്കിലും എടുക്കാണ്ടോന്ന്. ഞാൻ പറഞ്ഞൊന്നുമില്ല എന്ന്. പക്ഷെ ഞാനാകണേ എൻ്റെ വണ്ടിക്കൂലി അതിൽ വെച്ച് മറന്നു. ചെറുമ പോയപ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത്. പിന്നെ റൂമിൽ നിന്ന് പൈസ എടുക്കണം. പിന്നെ എനിക്ക് ഹാളിലൂടെ കയറിയിട്ട് ചുമര് കയറി മറിയാന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. പൈസ കിട്ടണ്ടേ പോയിട്ട് അങ്ങനെ കയറുകയാണ്. നമ്മളെ ഓടും വീടായതുകൊണ്ട് എനിക്ക് കയറി പറ്റാൻ സുഖമായിരുന്നു. അങ്ങനെ ആ റാക്കും കൂടെ കയറിയിട്ട് ആ റൂമിലേക്ക് ചാടാനുള്ള പരിപാടിയാണ്. ഈ വീടിന് 2 ബെഡ്റൂമുള്ളത്. ആ 2 ബെഡ്റൂമും ഒരേ ദിശയിലാണ്. ഒന്ന് മാമൻ്റെ റൂം, ഒന്ന് സിറ്റ് ഔട്ടത്തെ ആ ഒരു ബെഡ്റൂം. ആ ഒരു ബെഡ്റൂമിലാണ് ഞാൻ പൈസ വെച്ച് മറന്ന് അങ്ങനെ കയറി മറിയാണ്. ചേച്ചിനോട് പോയപ്പം പലവട്ടം ചോദിച്ചാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും എടുക്കാണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒന്നും എടുക്കാനാണ്. പിന്നെ എന്നെ അത് മൈൻഡും ചെയ്തില്ല. പിന്നെ ചേച്ചി അങ്ങനെ വാതിലൊക്കെ പൂട്ടിപ്പോയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് പൈസ അതിൻ്റെ ഉള്ളിൽ വെച്ചെന്ന്. പിന്നെ ചുമര് കയറി മറയല്ലാതെ എനിക്ക് ഒരു രക്ഷയില്ലേന്ന്. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് വീടിൻ്റെ മച്ചമേലൊക്കെ പിടിച്ച് ആ റൂമിൽ നിന്ന് തിരിച്ച് ഇറങ്ങുകയാണ്, പൈസയൊക്കെ കീശയിൽ ഇട്ടാണ്ട്. ഇറങ്ങിപ്പോന്നപ്പോഴാണ് അവിടെ കുറച്ച് ചാക്കുകെട്ടുകൾ കണ്ടത്. അപ്പോൾ അതൊക്കെ ഒന്ന്
പരിശോധിക്കാൻ നിന്ന്. അപ്പോൾ എൻ്റെ പഴയ പുസ്തകങ്ങൾ ഉണ്ടോയെന്ന് നോക്കിയാണ്. പക്ഷെ ഞാൻ കണ്ടതോ മറ്റ് ചില കാഴ്ചകൾ. നമ്മൾ ഈ 10ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പ്ലസ് ടുവിലൊക്കെ പഠിച്ച പുസ്തകങ്ങൾ അത് കാണുമ്പോൾ നമുക്ക് പിന്നീടാക്കണൊരു ഫീൽ അനുഭവപ്പെടില്ലേ. പുസ്തകങ്ങൾ തപ്പി തിരഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയതോ എൻ്റെ പഴയ ഇലക്ട്രോണിക് സാധനങ്ങൾ, അതായത് നമ്മൾ സ്പീക്കറൊക്കെ. പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്കൂളിൽ നിന്ന് കിട്ടിയ സ്റ്റെപ്പിൻ്റെ കൊണ്ടാക്കണ ഒരു VCD വാങ്ങിയിരുന്നു. അപ്പോൾ അതിലിട്ട് വെച്ച് കേട്ട സ്പീക്കറാണത്. VCD കേടൊന്നും പോയി, പക്ഷെ ഇതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇതുമാണെങ്കിലോ ഒരു രൂപേൻ്റെ കൊട്ടന് ഒട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ട്, ഒരു ബ്ലേഡും. അങ്ങനെ ഞാൻ ആ സ്പീക്കറൊക്കെ ഞാൻ കവറിലാക്കി എടുത്തു വെച്ചു. പിന്നെ കണ്ടതെന്ന് പറഞ്ഞാൽ മറ്റൊരു കാഴ്ചയാണ്. നമ്മുടെ ഇളയ ചെറുമേൻ്റെ മൂത്തേൻ്റെ കല്യാണത്തിൻ്റെ ഫോട്ടോ ആൽബം. അതാണ് പിന്നെ എൻ്റെ കൈ കിട്ടിയത്. സത്യം പറഞ്ഞത് മാഞ്ഞു പോയിട്ടുണ്ടത്. ഇത് തുരുമ്പ് പിടിച്ച രൂപത്തിൽ ആയിട്ടുണ്ട്. എന്നാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ ആയിക്കണേ. പക്ഷെ ചില ഫോട്ടോക്കയിൽ ദ്രവിക്കാതെ നിന്നിട്ടുണ്ട്. ചില ആൾക്കാരൊക്കെ മനസ്സിലാവും. പക്ഷെ ഇതൊരു ഓർമ്മയായിട്ട് അങ്ങനെ ഇപ്പോഴവിടെ വീട്ടിലിവിടെ സൂക്ഷിക്കുകയാണ്. എത്രയോ വർഷമായി. ഏകദേശം ഒരു 1996-97 ഈ ഒരു ഘട്ടത്തിലാണ് ചെറുമൻ്റെ കല്യാണം നടക്കുന്നത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടോ. അന്ന് ഏകദേശം ഞാനിവിടെ 3ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ ആ ഒരു സമയത്താണ് ഈ കല്യാണം നടക്കുന്നത്. എന്തായാലും ഞാൻ കൈ കെട്ടിയപ്പോൾ ഒന്ന് മറച്ചു നോക്കിയപ്പോൾ ഇതിൻ്റെ കാഴ്ചകൾ കണ്ടപ്പം എന്തോ ഒരുപാട് മറ്റേ പഴയ ആ ഫോട്ടോ ഉണ്ടല്ലോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അതൊക്കെ അതിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ച് വെച്ചൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ ഒരു സ്കൂൾ കാലത്തുള്ളൊരു സ്കൂൾ ഫോട്ടോ ആണ് ഇത്. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുള്ള ഫോട്ടോ തോന്നുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ ഞാൻ മറിച്ച് നോക്കിയതിന് ശേഷം ഞാൻ ആ കവറിൽ നിന്ന് തിരികെട്ടിട്ട് ആ റാക്കുമ്പോൾ തന്നെ അവിടെ വെച്ചു. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു കാലത്ത് എപ്പോഴെങ്കിലും ഓർമ്മ വരുമ്പോൾ ഇപ്പോൾ കാണാൻ തോന്നിയാലോ. ഇവിടെ അങ്ങനെ ഇങ്ങനത്തെ കാണാനുള്ള ഒരുപാട് കാഴ്ചകളുണ്ട്, ഒരുപാട് പുസ്തകങ്ങളുണ്ട്, കുറേ ഉണ്ട്. പക്ഷെ ഒന്നും സമയമില്ലാത്തതുകൊണ്ട് നമുക്കാക്കണേ പുറത്തുങ്ങോട്ട് ഇറങ്ങാം. നമുക്കാക്കണേ പ്രകൃതി എന്നുള്ള ഒരു കാഴ്ചയോട് കൂടിയിട്ടാക്കണേ ഇങ്ങോട്ട് കാണാം, പരിചയപ്പെടാം ഈ ഒരു സ്ഥലങ്ങളൊക്കെ. ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്രാമത്തിൽ കിടക്കുന്ന റോഡ്, 2 സൈഡും റബ്ബർ തോട്ടമാണ്. പണ്ടത്തെ കാലത്ത് ഇവിടെ നിന്നും ഇങ്ങനെ റബ്ബറല്ല ചെയ്യുന്നുണ്ട്, ഫുള്ള് പറങ്ങിമാവ് നിറഞ്ഞൊരു കാട് കൂടിയൊരു സ്ഥലമായിരുന്നു. പിന്നെ അതിനുശേഷം റബ്ബർ വന്നു, ഒരു ഷെഡ് വന്നു, റോഡ് വന്നു. ഇതൊക്കെ ഒരു വഴിയായിരുന്നു. പക്ഷെ ഇതൊക്കെ ഒരു ഓർമ്മയായിട്ട് നിൽക്കുകയാണ്. ഒരുപാട് മാറി അങ്ങനെ വേണമെങ്കിൽ പറയാം. എൻ്റെ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഇവിടെ റോഡായിട്ട് കിട്ടണത്. ആദ്യം ഒരു റോഡ് കെട്ടി തുടങ്ങി. പണ്ട് നമുക്ക് നടന്നു പോകാൻ പറ്റിയൊരു വഴി മാത്രമായിരുന്നു. പിന്നെ ഒന്ന് റോഡ് കയറി, അതങ്ങനെ ഒരുപാട് കാലം അതങ്ങനെ നിന്നു. ഇപ്പം റോഡ് ടാറിട്ടു, ഒരു റോഡായി. ഇവിടെ ഈ പഴയ വീടായിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ അമ്മേൻ്റെ വീട് തന്നെ ഉള്ളൂ. അത് മാത്രം പൊളിച്ച് മാറ്റിയിട്ടില്ല, വാർപ്പിൻ്റെ വീടാക്കിയിട്ടില്ല. അല്ലാത്ത വീടുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഓടിൻ്റെ വീടായിരുന്നു ആദ്യമൊക്കെ. പക്ഷെ അതൊക്കെ പൊളിച്ചിട്ട് ഇപ്പം വാർപ്പിൻ്റെ വീടായിട്ടുണ്ട്. എന്തായാലും ഒരുപാട് കാലങ്ങൾക്ക് ശേഷമുള്ള കാണൽ ആയതുകൊണ്ട് ഒരുപാട് ഇവിടെ മാറി. ഇന്നെ തന്നെ അതിശയപ്പെടുത്തുന്ന ഓരോ മാറ്റം. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊരു മാമൻ്റെ വീടാണ്. അപ്പോൾ അവരും പുതിയ വീടൊക്കെ വെച്ചു. ഇവർക്ക് ഓടിട്ടൊരു വീടായിരുന്നു, അതൊക്കെ പൊളിച്ചു മാറ്റി പഞ്ചായത്തിൽ നിന്ന് വീട് കിട്ടിയപ്പം അങ്ങനെ കയറ്റിയതാണ്. വീട് തേച്ചിട്ടൊന്നുമില്ല, ഉള്ളും തേച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ ഞാൻ രാവിലെ വന്നപ്പം അമ്മായി പണിക്ക് പോയിട്ടുണ്ട്, മാമൻ പണിക്ക് പോയിട്ടുണ്ട്. എന്നാലും ഞാനിവിടുത്തെ ഈ ഒരു പരിസരം വീടെടുത്തു. ഇത് പണ്ട് മുതലേ ഇല്ല, എൻ്റെ കുട്ടിക്കാലം മുതലേ ഇല്ല ആ ഒരു കിണറാണ്. ഇവിടെ ഇങ്ങനെ കേട്ടോ, ഈ കിണറൊക്കെ വലാടുന്നില്ല, പക്ഷെ ഇതിൽ നിറച്ച് വെള്ളം ഉണ്ടാവും. വെള്ളം അങ്ങനെ വേനലായാലും വറ്റാറൊന്നുമില്ല. നമ്മുടെ മുത്തശ്ശി പ്ലാവ് എന്നൊക്കെ പറയും. ഒരുപാട് ചക്കകൾ സമ്മാനിപ്പിച്ച പ്ലാവാണത്. പ്രായം കുറച്ചൊന്നുമില്ല കേട്ടോ, പ്രായം എന്ന് പറഞ്ഞാൽ പറയാനൊന്നും കഴിയില്ല. ഇതും അതുപോലെ ഒരു മാമൻ്റെ വീടാണ്, ഇത് അമ്മായിയാണ്. പറഞ്ഞു തുടങ്ങിയ കഥകൾ ഒരുപാട് പറയാനുണ്ട്. എന്തായാലും ഞാൻ സാവകാശം പറയാം, ഒരു ധൃതിയും കൂട്ടണ്ട. ഈ വീട്ടിലേക്ക് കിടക്കുമ്പോൾ എന്നെ
സങ്കടപ്പെടുത്തണ കരയിപ്പിക്കണ ചില ഓർമ്മകളുണ്ട്. അതിപ്പോൾ നിങ്ങളോട് എങ്ങനെ ഇപ്പോൾ പറഞ്ഞു തുടങ്ങണ്ടതെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ഒന്ന് പറയാം. എന്നെ കണ്ടപ്പോൾ അമ്മമ്മേൻ്റെ ഉള്ളിലുള്ള സങ്കടം എനിക്ക് അങ്ങോട്ടാണെങ്കിലോ ചോദിക്കാനുള്ള സങ്കടം സത്യം പറഞ്ഞാൽ രണ്ടാളുള്ളിലും അതവിടെ തിങ്ങിത്തന്നെ കിടപ്പുണ്ടായിരുന്നു. എന്താ പറയുക, കണ്ണീരോടല്ലാതെ ഞാൻ ഈ വീട്ടിൽ കയറി ചെല്ലില്ല. അത് അവർക്ക് നന്നായിട്ട് അറിയാം. അതിന് തക്കതായിട്ടുള്ളൊരു കാരണമുണ്ട്. മറക്കാനാവാത്ത ചില കുട്ടിക്കാലം നമുക്ക് ആക്കണം ചിലർക്ക് തരും, സമ്മാനിച്ചിട്ടും അങ്ങോട്ട് പോകും. ജനനം കൊണ്ട് ഏകദേശം ഒരു 6 മാസത്തെ വ്യത്യാസമുള്ളൂ ഞാനും ഇവനും തമ്മിൽ. ഇവൻ പോയതിന് ശേഷം ഇവിടെ ആക്കണം സത്യം പറഞ്ഞാൽ എനിക്ക് നിൽക്കാൻ തോന്നിയിട്ടില്ല. കുഞ്ഞുനാളിൽ അത്രയും ബന്ധമായിരുന്നു ഞാനും ഇവനും തമ്മിൽ. എൻ്റെ കൂട്ടുകാരനുപരി ഇവനാക്കണേ ഈ വീട്ടിലത്തെ ഒരു അത്താണിയായിരുന്നു. ഒരു ദിവസം പോലും കാണാതെ ഇരുന്നിട്ടില്ല. സ്കൂൾ പഠിക്കുമ്പോൾ ഇപ്പോൾ സ്കൂൾ വിട്ട് വന്നാലോ വീട്ടിലെത്തിയ എവിടേക്കിനും പോവുകയാണെങ്കിലും അതൊപ്പം തന്നെ പോവുള്ളൂ. ആ ഒരു സങ്കടമാണ് ഞാൻ എന്ന് ചെന്നാലും ഇവരെ മനസ്സിൽ. അമ്മായി ഇവനെ കുറിച്ച് പറഞ്ഞിട്ടാണ് ഒരുപാട് പറഞ്ഞു. കാരണം കേട്ട് നിൽക്കല്ലാതെ എന്താ ചെയ്യുക, ഓർമ്മകളല്ലേ ചിലത് മറന്നേ പറ്റൂ നമ്മുടെ ജീവിതത്തിൽ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് അമ്മാവിനോടും മാമനോടും കുറക്കാനും പറഞ്ഞു. ഞാനാകണം അപ്പുറത്തെ വീട്ടിലെ അമ്മാവിൻ്റെ അടുത്ത് കയറുന്നു. അപ്പോൾ അവർ പുതിയ വീട് കയറ്റുന്നൊരു തിരക്കിലായിരുന്നു. അപ്പോൾ അതിൽ ഇൻറ്റൽ വാർപ്പൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു വീക്ഷിച്ച് പോന്നു. വീണ്ടും മാമിൻ്റെ അടുത്ത് വന്നു. പിന്നെ അവിടുത്തെ കിണറൊക്കെ ഒന്ന് നോക്കി. അപ്പോൾ പഴയ പോലെ തന്നെ എൻ്റെ കുട്ടിക്കാലത്തുള്ള. അപ്പം മാമൻ പറഞ്ഞു ചെയ്തു അതിൽ മീനൊന്നും ഇപ്പം ഇല്ല. കാരണം കുട്ടിക്കാലത്താക്കണ അതിൽ ഒരുപാട് മീനുകളെ കൊണ്ടുപോയി പിടിച്ചിട്ടുണ്ട് ഞാനും അവനൊക്കെ. ഈ ഒരാട് അവനും വാങ്ങിക്കൊടുത്തട്ടോ. അന്ന് അവന് പണിക്ക് പോയ ഒരു കാലഘട്ടത്തിൽ വാങ്ങിക്കൊടുത്താണ്. ആ ഒരാട് ഇപ്പോഴും ഇവർ വളർത്തുന്നുണ്ട്. അങ്ങനെ ആടിൻ്റെ മേലൊരു ഉണ്ണി ഉണ്ടെന്ന് പറഞ്ഞ് അമ്മ പറിച്ചെടുക്കണം. പക്ഷെ അമ്മ അതങ്ങനെ ഉണ്ണിയൊന്നുമല്ല, അത് ആടിൻ്റെ മേലങ്ങനെ താനെ ഉണ്ടായതാണ്. അത് കുറേ പറിച്ചു നോക്കി, പക്ഷെ കിട്ടിയിട്ടില്ല. എന്തായാലും അവനുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു പ്രായം കാണും. അവന് പോയ ദുഃഖം ഇപ്പോഴും അവർ മറന്നിട്ടില്ല. അങ്ങനെ ഒരുപാട് നേരം അവിടുത്തെ അമ്മമ്മനോടും അമ്മായിനോടും മാമനോടും എല്ലാവരോടും വർത്തമാനം പറയാൻ അങ്ങനെ ഇരുന്നു. അവസാനം വീട്ടിൽ വന്നു. ഇത് വീട്ടിലത്തെ കിണറാട്ടോ. ഇതും പഴയ അതേപോലെ നിൽക്കുകയാണ്. അപ്പോൾ കുറച്ചൊക്കെ ഇടിഞ്ഞിട്ടുണ്ട്, വെള്ളം കലങ്ങിയിട്ടുണ്ട്. ഇതിലത്തെ വെള്ളമൊന്നും വറ്റില്ല. ഇത് കുളിക്കാൻ വേണ്ടിയിട്ട് കെട്ടിയൊരു ഇതാണ് സാരീനുകൊണ്ട് ഒരു ഷെഡ്. അപ്പോൾ നമ്മളെ തൊടി കൂടെയൊക്കെ ഒന്ന് നടന്നു നോക്കുകയാണ്. അവിടെ നിന്നൊക്കെ ഒരുപാട് കച്ചറ കൂടിയിട്ടുണ്ട്, ഒരുപാട് മീൻ പിടിച്ചിട്ടുണ്ട്. ഈ കവുങ്ങുമ്മലും ഈ തെങ്ങുമ്മലൊക്കെ ഒരുപാട് കയറിയിട്ടുണ്ട്. കുറേ അടക്ക പെറുക്കിയിട്ടുണ്ട്, കുറേ പാഞ്ഞിട്ടുണ്ട്, ഒരുപാട് വീണിട്ടുണ്ട്. എന്താ പറയുക, ഇവിടെ അതാക്കണം മനസ്സിനെ വല്ലാതെ ഇവിടെ ചെല്ലുമ്പോൾ ഒരു നൊസ്റ്റാൾജി സമ്മാനിച്ചു എന്നോട് പറയാം. തൽക്കാലം ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കങ്ങനെ അടുത്തൊരു വീഡിയോ ആയിട്ട്, രസകരമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ എല്ലാവരും ഉണ്ട് നന്ദി പറഞ്ഞിട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും കാണാം.